ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ക് ബി മലയാളം. അപ്പോൾ നമ്മുടെ പർമാർ ടെസ്റ്റ് സീരീസിലെ SSC MTSൻ്റെ രണ്ടാമത്തെ മോക്ക് എക്സാമിൻ്റെ GK സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് മോക്കിൻ്റെ സൊല്യൂഷൻസ് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാനത് കൊടുക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ട്. 25 ക്വസ്റ്റിൻ്റെ സൊല്യൂഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം, നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പോസ് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒരു ചെറിയൊരു പേപ്പർ ഒരു പേന എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങളത് മാർക്ക് ചെയ്യുക. 25 ക്വസ്റ്റ്യനും കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ സ്കോർ, എത്ര കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ വാസ് ദി പ്രഗതി പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ്? പ്രഗതി പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് എപ്പോഴാണെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 1 വേർഡ് പോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴാണെന്നുള്ളത് അറിയുന്നതിന് മുൻപ് എന്താണ് ഈ പ്രഗതി പ്ലാറ്റ്ഫോം എന്നുള്ളതൊന്ന് പെട്ടെന്ന് നോക്കാം. പ്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അത് ഒരു ഫുൾ ഫോം ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. പ്രോ ആക്റ്റീവ്, കണ്ടോ, പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, പ്രോ ആക്റ്റീവ് ഗവേണൻസ് വെറും ഭരണമല്ല, വെറുതെ കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കുകയല്ല. എങ്ങനെ പ്രോ ആക്റ്റീവായിട്ട്, കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് നടത്തണം. ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ, കറക്റ്റ് സമയത്തിന് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് കുറേയധികം പ്രൊജക്റ്റുകളിൽ നമ്മൾ കുറേയധികം പൈസ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള സംഭവങ്ങളേക്കൊന്ന് നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്തിട്ട് നല്ല രീതിയിൽ കുറച്ചും കൂടി പെട്ടെന്ന് എത്രയും എഫിഷ്യൻ്റായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ കൊണ്ടുവന്നൊരു പ്ലാറ്റ്ഫോമാണ് പ്രഗതി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകളെയും കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അത് മോണിറ്റർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ട്രാക്ക്, അത് എവിടെ എത്തി, എങ്ങനെയാണ്, അതായത് എത്രയും പെട്ടെന്ന് അങ്ങനെ ലാഗൊന്നും വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ലാഗ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പൈസയും കൂടാം, അധിക ചിലവുകളും കൂടാം. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 85 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന പ്രൊജക്റ്റുകളാണ് ഇതിൽ അവർ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതുപോലെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിലവിൽ 382 മേജർ പ്രൊജക്റ്റുകൾ ഓൾറെഡി ഇതിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഏകദേശം ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറേ മേജർ ഇഷ്യൂസ്, ഓക്കെ ഈ ഒരു കേസിൽ ഇന്ന സ്ഥലത്ത് കുറച്ച് ലാഗ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇടപെടൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 3100 പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറയുന്നതാണ്, കേട്ട് വെച്ചാൽ മതി. ഒരു 3187 ഇഷ്യൂസിൽ ഏകദേശം ഒരു 2958ഓളം കേസുകൾ അവർക്ക് ഇങ്ങനെ വന്ന ഇഷ്യൂസിനെ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊജക്റ്റ് പെട്ടെന്ന് തന്നെ അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എന്താ, സമയം നമുക്ക് ലാഭിക്കാം, അതുപോലെ തന്നെ നമുക്ക് അധിക ചിലവുകളും കുറയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ല കറക്റ്റായിട്ട് ഒരു പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നേക്കണേ. ഇതെപ്പോഴും ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചത് 2015 ഇത് ലോഞ്ച് ചെയ്തത്, 2015. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ മാത്സ് ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, A എന്നിട്ടുണ്ട്, B എന്നിട്ടുണ്ട്, റിട്ട് ആണല്ലേ. റിട്ട്, ഹെബിസ് കോർപ്പസ്, നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ 5 റിട്ട് പറയുന്നുണ്ട്. എത്രാമത്തെ ആർട്ടിക്കിളിലാണ് റിട്ട് പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെബിസ് കോർപ്പസ്, മാൻഡമസ്, സെഷ്വററി, ക്വയറൻഡോ, ഇത് എന്തുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാം. അപ്പോൾ ഹെബിസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഹെബിസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി അല്ലെങ്കിൽ ടു ഹാവ് ദ ബോഡി, കറക്റ്റാണ്, ഇത് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി കമാൻഡ് എന്നാണ് അർത്ഥം. സെഷ്വററി ടു ബി സർട്ടിഫൈഡ്, അതും കറക്റ്റാണ്. ക്വോ വാറന്റ് എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി, അതും കറക്റ്റാണ്. അതായത് കറക്റ്റ്ലി മാച്ച് ആയത് ഏതൊക്കെയാണ്? എല്ലാം മാച്ചായി. അപ്പോൾ എന്താണ് ഈ സുപ്രീം കോർട്ട് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് 32. അതേസമയം ഹൈക്കോർട്ട്, ഇത് സുപ്രീം കോർട്ടിൻ്റെ, ഹൈക്കോർട്ട് റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളില്ല? 226 ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കിട്ടുന്നത്. എന്തിനാണ് ഈ റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്? നമുക്ക് ഭരണഘടന കുറേ എല്ലാ സിറ്റിസൺസിനും പല രീതിയിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റുകൾ തരുന്നുണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലൊക്കെ വയലേറ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ടോ, അതൊക്കെ പരിശോധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഹെബിസ് കോർപ്പസ് എന്ന് പറയുമ്പം എന്താണ്, ആരെങ്കിലും ഇതുപോലെ ഡിറ്റൻഷനായിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് അവിടേക്ക് ജസ്റ്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ പ്രൊഡ്യൂസ് ചെയ്യുമോ, അതാണ് ഹെബിസ് കോർപ്പസ് എന്ന് പറയുന്നത്. അൺലോഫുൾ ആയിട്ടുള്ള, അതായത് നിയമപരമല്ലാത്ത രീതിയിൽ ആൾക്കാരെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൊണ്ടുവരുന്ന റിട്ട് ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് ഹെബിസ് കോർപ്പസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്, അതായത് നമ്മുടെ ഗവൺമെൻറ് ഓഫീസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആൾക്കാർ പണിയെടുക്കാതെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റിട്ട് ഇഷ്യൂ ചെയ്യാം. എന്നിട്ട് പറയാം വി കമാൻഡ്, നിങ്ങൾ ഈ പണിയെടുക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സെഷ്വററി ആണ്. സെഷ്വററി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലേക്ക് കേസ് ട്രാൻസ്ഫർ ആക്കാനുള്ള സംഭവമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷ്വററി എന്ന് പറയുന്നത്.
ക്യോ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി, നിങ്ങൾ എന്ത് അതോറിറ്റിയിലാണ് ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക ഹെഡായിട്ട് അല്ലെങ്കിൽ ഒരു പൊസിഷൻ നിങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളും നിങ്ങളുടെ കയ്യിലുണ്ടോ. അപ്പോൾ അത് ശരിക്കും ഉണ്ടോ ഇല്ലയോ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൾക്കാർ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന റിട്ടാണ് ക്യോ വാറൻറ്റോ എന്ന് പറയുന്നത്. ഇതിൽ ഹെബിസ് കോർപ്പസ് ടു ഹാവ് ദ ബോഡി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കേസ് വരുന്നുണ്ട്, ADM. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ADM ജബൽപൂർ കേസ്. ADM ജബൽപൂർ കേസ് ഹെബിസ് കോർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്ത് വെക്കേണ്ട കേസാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ദിവസം നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വെതറിംഗ് ആർ ട്രൂ. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ വെതറിങ്ങുമായിട്ട് സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ. എന്താണ് ഈ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പാറ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് വെതറിംഗ്. എന്നാൽ അതേസമയം ഒരു പാറ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മാറി, ആ മാറിയ കഷ്ണങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്ത് എങ്ങോട്ടേലും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും? അപ്പോൾ ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു എന്ന് പറയും. മനസ്സിലായോ? ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ ബ്രോക്കൺ ആയിട്ടുള്ള ചെറിയ എലമെൻസിനെ മൂവ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അതിപ്പോൾ ആരും ആവാം, ബയോളജിക്കലി കെമിക്കലി ഫിസിക്കലി എങ്ങനെയാണെങ്കിലും അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിസിക്കൽ എക്സ്റ്റേണൽ ഏജൻസി വഴി വേറൊരു സ്ഥലത്ത് പോയിട്ട് ഡെപ്പോസിറ്റഡ് ആവുന്നു. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ മാത്രമേ ആ പ്രോസസ്സിനെ നമ്മൾ ഇറോഷൻ എന്ന് പറയുള്ളൂ. ജസ്റ്റ് ചുമ്മാ പാറ പൊടിയുവാണെങ്കിൽ അതിനെ നമ്മൾ വെതറിംഗ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ വെതറിംഗ് എന്ന് പറയുന്നത് പാറയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സല്ലേ, അതായത് ഇൻസിറ്റു പ്രോസസ്സാണ്, പുറമേ അല്ല, ഇൻസിറ്റു പ്രോസസ്സാണ്. 2 സോൾട്ട് ക്രിസ്റ്റലൈസേഷൻ ഇസ് എ ഫോം ഓഫ് ഫിസിക്കൽ വെതറിംഗ്. സോൾട്ട് ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈ സംഭവം സോൾട്ടുകൾ എന്ന് വെച്ചാൽ പാറകളാണെങ്കിലും അത് ചെറുതായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുക, ചെറുതായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഫിസിക്കൽ സ്ട്രക്ചറിന് വരുന്ന വെതറിംഗ് ഇതാണ്, പൊടിയുന്നതാണ്. നെക്സ്റ്റ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻസ് ഓൺലി. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റല്ലേ? ബയോളജിക്കൽ വെതറിംഗിൽ കെമിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഇൻവോൾവ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, അത് തെറ്റാണ്. ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള, അതായത് ജീവനുള്ള എന്തെങ്കിലും വസ്തുക്കൾ കാരണം അവിടെ വെതറിംഗ് സംഭവിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പാറ, ആ പാറയിൽ ഒരു ചെടി വളരുന്നു, അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെടി വളരുന്നു. അപ്പോൾ ചെടി വളരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചെടിയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ വേര് ആ പാറയുടെ ഉള്ളിലൂടെ എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പാറ അത് പൊട്ടും. കുറച്ച് കഴിയുമ്പം അത് എന്താവും, അതിൻ്റെ ശക്തി പോയിട്ട് അത് പൊട്ടുമല്ലേ. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെതറിങ് സംഭവിച്ചു എന്ന് പറയാം. പക്ഷെ അതെങ്ങനെയാണ് നടന്നിരിക്കുന്നത്? ഈ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അവിടെ നടന്നത്. അല്ല, റൂട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ട് എന്ത് പറ്റി? നശിച്ചു എന്ന്, കേടായെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അനിമൽസ് കാരണവും സംഭവിക്കും. നമ്മുടെ ഏതെങ്കിലും ഉള്ളിൽ വല്ല മാളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജന്തുക്കളൊക്കെ പോയിട്ട് പാറ തുറന്നിട്ട് മാളം ഉണ്ടാക്കി, അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ വെതറിങ് സംഭവിച്ചു. പക്ഷേ അതെന്താ, അത് ഫിസിക്കൽ അല്ല, അതായത് ബയോളജിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു അനിമൽ കാരണമാണ് അത് സംഭവിച്ചത്. അതേപോലെ തന്നെ വേറെ നമ്മുടെ ഈ പായലൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പായൽ, മോസസ്, അതുപോലെ തന്നെ ലൈക്കൻസ് ഒക്കെ. അപ്പോൾ അവർ എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആസിഡ് കാരണം എന്ത് സംഭവിക്കാം? കെമിക്കലി അവിടെ ഈ പാറയ്ക്ക് വെതറിങ് സംഭവിക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. 3rd തെറ്റാണ്. ബയോളജിക്കൽ വെതറിംഗ് സംഭവിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി മാത്രമല്ല. പിന്നെ ഫിസിക്കൽ ഫോം ഓഫ് വെതറിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫോം ഞാൻ പറഞ്ഞു, സോൾട്ട് ക്രിസ്റ്റലൈസേഷൻ ഇസ് എ ഫോം ഓഫ് ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇത് നടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള, നല്ല മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, നല്ല വരണ്ട കാലാവസ്ഥയായിരിക്കും, അരിഡ് സോണ്, സെമി അരിഡ് സോൺ. അപ്പോൾ അവിടെ നടക്കുമ്പോൾ ഈ സോൾട്ട് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും, സോൾട്ട് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഉപ്പ് വെള്ളം ഈ പാറയുടെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ ഇങ്ങനെ കയറി കിടക്കാമെന്ന് വിചാരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു വിള്ളലുണ്ടായിരുന്നു, ആ വിള്ളലിൽ ഉപ്പ് വെള്ളം കയറി. ഇനി എന്താ, ആ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പം, ആ ഒരു നാട്ടിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അരിഡ് സോണിനെ പറ്റി ഞാൻ പറയുന്നത്, നല്ല ഡെസേർട്ട് ടൈപ്പ് പോലത്തെ ക്ലൈമറ്റ്. അപ്പോൾ വെള്ളം ഇവാപ്പറേറ്റ് ആവും. അപ്പോൾ ഈ ഇങ്ങനെ സോൾട്ട് വാട്ടർ കയറി കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ചൂടായിട്ട് ഈ വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ആയി പോകും. അതിൻ്റെ ഉള്ളിൽ സോൾട്ട് മാത്രം ബാക്കിയാവും. പാറയുടെ അകത്ത് സോൾട്ട് ട്രാപ്പായി കിടക്കും. ഈ സോൾട്ട് പിന്നെ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. സോൾട്ടിന് കുറച്ചധികം സ്ഥലം വേണം നിൽക്കാൻ വേണ്ടി. ആ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് കുറേ കാലം കഴിയുമ്പം പാറ ഇങ്ങനെ പൊട്ടി വിള്ളൽ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ അതും ഒരു ഫിസിക്കൽ ഫോം ഓഫ് വെതറിങ്ങിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റിനിൽ 1ാമത്തെ 2ാമത്തെയും ഓപ്ഷനാണ് ശരി, 3ാമത്തേത് എന്താണ്? തെറ്റാണ്. ബയോളജിക്കൽ വെതറിങ് നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴി മാത്രമല്ല. അടുത്ത നോക്കാം നമുക്ക് 4ാമത്തെ. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് വെതറിംഗ് എന്ന് പറഞ്ഞാൽ പാറ പൊടിഞ്ഞ് അവിടെ കിടക്കുന്നു, അതാണ് റോക്സ് ബ്രേക്കിംഗ് ഡൗൺ, അതാണ് വെതറിംഗ്. ഇറോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ, ആ പൊടിഞ്ഞ പാറ കണ്ടോ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റഡ് ആയി. ആ ട്രാൻസ്പോർട്ടേഷൻ നടക്കണം, മഴ വഴിയോ കാറ്റ് വഴിയോ എന്തെങ്കിലും ജന്തുക്കൾ വഴിയോ എങ്ങനെയല്ലൊക്കെ, അപ്പം മാത്രമേ അവിടെ ഇറോഷൻ നടന്നുള്ളൂ. 2 പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്. ഇറോഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർഫസിനെ പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണ് വെതറിംഗ്. ഈ വെതറിംഗ് ആദ്യം നടന്നാൽ മാത്രമേ ഇറോഷൻ നടക്കുകയുള്ളൂ.
അപ്പോൾ ഇറോഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റിക്വയർമെൻ്റ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഇറോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വെതറിങ് നടക്കണം. പാറ പൊടിഞ്ഞാലല്ലേ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ആലോചിച്ച് വയ്ക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരതനാട്യം, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസസ്, ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്തത്? അപ്പോൾ നമുക്കറിയാം, നമുക്ക് എവിടെയാണത്? തമിഴ്നാടാണ് ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്തത്. തമിഴ്നാടാണ്. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് എന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരേ ഒരാളാണ് പെർഫോം ചെയ്യുന്നത്, അല്ലേ? ഒറ്റയ്ക്കാണ് പെർഫോം ചെയ്യുന്നത്. സോളോ ഡാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏകഹാര്യ എന്ന് നമ്മൾ വിളിക്കും. ഏകഹാര്യ. ഏക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും നിലനിർത്താം. അപ്പോൾ സോളോ പെർഫോമൻസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇനി 1910 ബ്രിട്ടീഷുകാർ ബാൻ ചെയ്ത ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭരതനാട്യമാണ്. 1910 ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ ഭരതനാട്യം എന്നുള്ള പേരിലല്ല അറിയപ്പെട്ടെ. ആ സമയത്ത് ദാസിയാട്ടം, സതിരാട്ടം ആ പേരിലൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ദാസിയാട്ടം, സതിരാട്ടം. അപ്പോൾ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിളിലുള്ള സെർവൻസിനാണ് ഈ ദാസികൾ എന്ന് പറയുന്നത്, ദാസി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ വിക്ടോറിയൻ കാലഘട്ടം, അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒക്കെ ഒരു ചിന്ത പ്രകാരം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തോ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഈ ദാസിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ ഹിന്ദുയിസമായിട്ട് ഒത്തിരിയധികം റൂട്ടുണ്ട്, ഒത്തിരിയധികം സ്പിരിച്വലി കുറേ മീനിങ് ഒക്കെ ഉള്ള ഒരു ഡാൻസ് ഫോമാണ്. വളരെ ദൈവികമായിട്ട് അങ്ങനെ കരുതുന്ന ഒരു ഡാൻസ് ഫോമാണ്. പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇതിങ്ങനെ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു? 1910 ഭരതനാട്യത്തിനെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ബാൻ ചെയ്തു. ഇനി എവിടെയും പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബാൻ ചെയ്തു. പിന്നീട് ഇതിനെ റിവൈവ് ചെയ്തിട്ട് പിന്നെയും ഈ ഒരു നല്ല രീതിയിൽ ഇതിനെ സതിരാട്ടം എന്നുള്ളൊരു പേരൊക്കെ മാറ്റി ഭരതനാട്യമാക്കി കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവന്ന 2 ആൾക്കാരുണ്ട്. അവരുടെ പേരറിഞ്ഞിരിക്കണം. രുക്മിണി ദേവി അരുന്താലെ. രുക്മിണി ദേവി അരുന്താലെ. അതേപോലെ തന്നെ ഇ.വി. കൃഷ്ണ അയ്യർ. 2 പേരുടെയും പേരറിഞ്ഞിരിക്കാം. രുക്മിണി ദേവി അരുന്താലെ നമുക്കറിയാം, നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്ന പേരൊന്നും അല്ല, കുറേ ആയിട്ട് നമുക്കറിയാം, അല്ലേ? രുക്മിണി ദേവി അരുന്താലെ. അതുപോലെ തന്നെ നമ്മുടെ ആരാണ്? ഇ.വി. കൃഷ്ണ അയ്യർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ രുക്മിണി ദേവി അരുന്താലയുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവാർഡൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് നോക്കി പോവാം. 1956 പത്മഭൂഷൺ കിട്ടി. 1956 പത്മഭൂഷൺ. പിന്നെയോ ചെന്നൈയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? കലാക്ഷേത്ര ഫൗണ്ടേഷൻ. രുക്മിണി ദേവി അരുന്താലെ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എന്ത്? കലാക്ഷേത്ര ഫൗണ്ടേഷൻ. എവിടെയാണ്? ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പുറത്തേക്ക് ഞാൻ എഴുതാം. ഞാൻ എന്താ എഴുതിയത്? 1956 പത്മഭൂഷൺ കിട്ടിയെന്ന് പറഞ്ഞു, കലാക്ഷേത്ര സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ചെന്നൈയിൽ. 1957 തൊട്ടടുത്ത വർഷം എന്ത് കിട്ടി? സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇത് ചോദിക്കുന്നത്, എന്നാലും പറയാൻ പറ്റില്ല നമുക്ക്. 57 തിരിഞ്ഞു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. 1957. ഓക്കെ, നെക്സ്റ്റ് പിന്നെന്താ കിട്ടിയിരിക്കണേ? നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണ്, അല്ലേ? ആദ്യത്തെ വിമൺ ആണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് വിമൺ ആണ്. രാജ്യസഭയിലേക്ക് നമുക്കറിയാം നോമിനേഷൻ, രാജ്യസഭയിലേക്ക് 12 പേരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. ഏതൊക്കെ ഫീൽഡിൽ നിന്ന്? ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ്, സോഷ്യൽ സർവീസ്. അതിൽ ആർട്ട് ഭാഗത്തിലാണ്, ആനിമൽ വെൽഫെയർ ആൻഡ് ആർട്ട് ഭാഗത്തിലാണ് നമ്മുടെ രുക്മിണി ദേവി അരുന്താലേനെ നോമിനേറ്റ് ചെയ്തത്. ഈ രാജ്യസഭയിലേക്ക് ഇതുപോലെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എടുത്തത്? അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ. 12 പേരെ നോമിനേറ്റ് ചെയ്യാം, അത് നമ്മൾ എടുത്തത്. രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ, മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്? അത് സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് രാജ്യസഭയിലുള്ള ബാക്കി മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ എടുത്തത്. പക്ഷേ നോമിനേഷൻ അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. 238 12 അതാണ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായി കഴിയും. അങ്ങനെയാണ് അവർ സതിരാട്ടം എന്ന് പറയുന്ന പേര് മാറ്റി അതിനെ എന്താക്കി മാറ്റി? നമ്മുടെ ഭരതനാട്യമാക്കി മാറ്റി. പിന്നെ പത്മഭൂഷൺ പറഞ്ഞു. പത്മശ്രീ കിട്ടിയതും കൂടി ഒന്ന് എഴുതി വെച്ചോ. പത്മശ്രീ 1963 അല്ലേ? 1963 പത്മശ്രീ കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യം രുക്മിണി ദേവി അരുന്താലയെ പറ്റി ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈമൺ കമ്മീഷൻ എന്താ? സൈമൺ ഗോ ബാക്ക്, അതൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? കുറേ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് കുറേ ഗാന്ധിജിയും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ
ഇപ്പോൾ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മുടെ മൊണ്ടാഗോ ഷെൽസ്ഫോർഡ് റിഫോംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1919 നമ്മളൊരു റിഫോം കൊണ്ടുവന്നിരുന്നു. അന്നത്തെ വൈസ്രോയി സെക്രട്ടറി ജനറലും കൂടെ മൊണ്ടാഗോ ഷെൽസ്ഫോർഡ് റിഫോംസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അവർ അന്നേ പറഞ്ഞിരുന്നു ഒരു 10 വർഷം കഴിയുമ്പം ഇതിൻ്റെ പ്രവർത്തനം ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു അതെല്ലാം വിലയിരുത്തി പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ കൊണ്ടുവരുന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ 10 വർഷം തികയുന്നതിന് മുൻപായിട്ട് 1928 ഇന്ത്യയിലേക്ക് വന്ന കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. എപ്പോഴാണ് വന്നാൽ 1928 ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൽ 7 ആൾക്കാരുണ്ട്. 7 മെമ്പേർഡ് ബോഡിയാണ്. എല്ലാവരും ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. അപ്പോൾ നാലോചിച്ച് നോക്ക്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു നിയമം നമ്മുടെ ജനങ്ങളിൽ എത്രത്തോളം എത്തി. നമ്മുടെ ജനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി വന്ന ഒരു കമ്മീഷനിൽ മൊത്തം ആരാണ്? ഇന്ത്യയിൽ നിന്നുള്ള ആരുമില്ല, ഓക്കെ, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അതിനെതിരെയാണ് എന്ത് സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ ഒത്തിരിയധികം പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്ന വർഷം 1928. ഡേറ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ഫെബ്രുവരി 3 1928 അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇത് ഫോം ചെയ്തത് അതിനേക്കാളും മുമ്പാണ്. ബ്രിട്ടനിൽ അത് അന്നത്തെ കാലത്ത് അത് ഈ കമ്മീഷനെ നിയമിച്ചത് ഇന്ത്യയിലേക്ക് വന്നതാണിത്. അറൈവ് ചെയ്ത വർഷമാണ്, ഡേറ്റുമാണ് ഇത്. പക്ഷേ ഫോം ചെയ്തത് അവർ ഘടന ഫോം ചെയ്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 26 1927 അത് ഫോം ചെയ്തത്. ഇന്ത്യയിലേക്ക് വന്നത് 28 മാത്രം. ഓക്കെ ആണല്ലോ. പിന്നെ എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സ്ഥലത്ത് വെച്ച് നടന്ന സെഷനിലാണ് ഈ സൈമൺ കമ്മീഷനെ നമ്മൾ വേണ്ട ബോയ്ക്കോട്ട് ചെയ്യാന്നുള്ളത് തീരുമാനിച്ച് നോക്കുകയാണെങ്കിൽ മദ്രാസ് സെഷനിലാണ്. മദ്രാസ് സെഷനിൽ INC പറഞ്ഞു നമുക്ക് സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യാം? ബോയ്ക്കോട്ട് ചെയ്യാം. ഫുള്ള് ഇവർ ബ്രിട്ടീഷുകാരാണ്, നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ ലൈക്ക് ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ടേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ. അപ്പോൾ അതാണ് ഇത് ഇത്രയും പറയാനുള്ളൂ. ബാക്കി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ നോക്കാം. വരുന്നുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദി ഇമ്പാക്ട് ഓഫ് ലാനിന ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ്. ലാനിനയുടെ ഇൻഫ്ലുവൻസ് വഹിക്കുന്ന ഗ്ലോബൽ ക്ലൈമറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഞാനൊരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡയഗ്രം നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് ലാനിന ഇയർ നോർമൽ, ലാനിന. ഇത് എൽനിനോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം, വിട്ടുപോകും, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ നോർമൽ ഇയർ ലാനിന ഇയർ നോക്കിക്കോ. ലാനിന ഇയറിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ട്രേഡ് വിൻഡുകൾ വരും, കാറ്റ് വരും. കാറ്റ് വരുന്ന സമയത്ത് നല്ല ശക്തിയുള്ള കാറ്റാണ്. ശക്തിയുള്ള കാറ്റാകുമ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല ശക്തിയുള്ള കാറ്റ്. ആ സമയത്ത് നല്ല ചൂട് കാലത്തിൽ നല്ല ചൂടായിരിക്കും. ഈ വെള്ളത്തിന് എന്ത് ചെയ്യും? ഈ ഭാഗത്തിലുള്ള നല്ല ചൂട് പിടിച്ച വെള്ളത്തിനെ ഈ കാറ്റ് ഉന്തി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഈ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. നല്ല ചൂട് വെള്ളമാണ്. ചൂട് വെള്ളത്തിന് ഇങ്ങനെ വെള്ളം തള്ളി ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം ചൂട് വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ലോ പ്രഷറാണ്. അതെന്ത് ചെയ്യും? മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മഴ പെയ്യും. നമുക്കറിയാം മഴ പെയ്യണമെങ്കിൽ നമുക്ക് നല്ല ചൂട് വെള്ളം വേണം, ലോ പ്രഷർ വേണം. അപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ഈ ഭാഗത്തേക്ക് മഴ കിട്ടും. ഓസ്ട്രേലിയയുടെ ഭാഗത്തല്ല, എപ്പോഴും ആലോചിക്കുക, ഓസ്ട്രേലിയക്ക് മഴ കിട്ടിയാൽ ഇന്ത്യക്ക് മഴ കിട്ടും. ഓസ്ട്രേലിയക്ക് മഴ കിട്ടും, നമ്മുടെ ഇന്ത്യക്കും മഴ കിട്ടും. എന്ത് ചെയ്യും? എന്നിട്ട് ഈ ചൂട് വെള്ളം ഇവിടെ മഴ പെയ്ച്ച് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? അത് ചൂട് വെള്ളം മുകളിലേക്ക് ഉയർന്നു പോയി മുകളിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിൽ ചൂട് കുറയുവാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? തണുക്കാൻ തുടങ്ങും. തണുത്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോയി മഡഗാസ്കറിൻ്റെ ഈസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യും? തണുത്ത എയർ, കോൾഡ് എയർ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. കോൾഡ് എയർ, ചൂട് എയർ ആണെങ്കിൽ മുകളിലേക്ക് പോകും, തണുത്ത എയർ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് സിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടെ മഡഗാസ്കറിൻ്റെ ഈസ്റ്റ് സൈഡിൽ പോയിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ആവും. മഡഗാസ്കറിൻ്റെ ഈസ്റ്റ് സൈഡിൽ ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ആവും. ഇനി ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടുത്തെ ഈ ചൂടുവെള്ളത്തിനാണ് തള്ളി കൊണ്ടുപോയിട്ട് അവിടെ മഴ പെയ്തു. ഇന്ത്യയിൽ മഴ കിട്ടി, ഓസ്ട്രേലിയയിൽ മഴ കിട്ടി, മഡഗാസ്കറിൻ്റെ ഈസ്റ്റിൽ ഹൈ പ്രഷർ വന്നു. ഇവിടുത്തെ വെള്ളത്തിനെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോയപ്പം ഈ ചൂടുവെള്ളമൊക്കെ പോയി അടിഭാഗത്ത് നല്ല തണുത്ത വെള്ളം കിടക്കണം അല്ലേ, അത് മുകളിലേക്ക് വരും. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഒക്കെ അടിയിൽ കിടക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഒക്കെ മുകളിലേക്ക് വരും. അതിനെ തിന്നാൻ വേണ്ടി കുറേ മീനുകൾ വരും. അങ്ങനെ ഇവിടെ ഫിഷിങ്ങിന് നല്ല ബെസ്റ്റ് സോണായിട്ട് മാറും. ഇതാണ് സാധാരണ ലാനിനയിൽ നടക്കുന്നത്. നോർമൽ ഇയറിൽ നമുക്കും മഴ കിട്ടും, ഓസ്ട്രേലിയക്കും മഴ കിട്ടും. ഇവിടെ നല്ല സൗത്ത് അമേരിക്കയുടെ ആ ഒരു റീജിയണിൽ നല്ല ബെസ്റ്റ് ഫിഷിംഗ് സോൺ കിട്ടും, നന്നായിട്ട് മീൻ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മഡഗാസ്കറിൻ്റെ ഈസ്റ്റ് സൈഡിൽ ഹൈ പ്രഷർ റീജിയനും ക്രിയേറ്റഡ് ആവുന്നു. ഇതാണ് ലാനിന. എൽനിനോയിൽ എന്താ നടക്കണമെന്ന് പറഞ്ഞാൽ എൽനിനോ ഒരു 3 to 7 വർഷത്തിന് ഇടയിൽ നടക്കുന്ന ഒരു ഫിനോമിനനാണ്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എൽനിനോയിൽ നടക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കാറ്റ്, ഇവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് അല്ലേ, ഈ വരുന്ന കാറ്റിൻ്റെ ശക്തി കുറയും. ഈ കുറച്ച് കാറ്റേ വരുള്ളൂ. ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ചൂടുവെള്ളത്തിനെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ട ഫോഴ്സ് അതിനില്ല. അപ്പം എന്ത് പറ്റും? ഇവിടെ വീക്കായി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന്
നിങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല കാറ്റ് നല്ല വെള്ളത്തിന് ഉന്തി എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. വീക്കർ വിൻഡ് മൂവ്സ് വാം വാട്ടർ ഈസ്റ്റ് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂട് വെള്ളമാണ്. ചൂട് വെള്ളം ഈ കണ്ടോ നോർത്ത് അമേരിക്കയിൽ ആ സമയത്ത് വിൻ്റർ ആയിരിക്കും നടക്കുന്നത്. വിൻ്റർ ആണെങ്കിൽ കൂടെ കുറച്ച് ചൂട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇങ്ങോട്ടേക്ക് വരും. ആ സമയത്ത് എന്താ ഓസ്ട്രേലിയക്കും മഴയില്ല, ഇന്ത്യക്കും മഴയില്ല, മഡഗാസ്കറിൻ്റെ ഈസ്റ്റ് സൈഡിൽ ഹൈ പ്രഷർ റീജിയനും ക്രിയേറ്റഡ് ആവുന്നില്ല. ഇവിടെ മീനും പിടിക്കാൻ പറ്റില്ല. ആകെ പറ്റത്തിൽ പറയാനാണെങ്കിൽ നല്ല മൺസൂൺ ഉണ്ട്. മൺസൂൺ നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്ന മൺസൂൺ വളരെയധികം ലോ ആയിരിക്കും, അല്ലെങ്കിൽ വീക്കർ മൺസൂൺ ആയിരിക്കും. ഇതാണ് എല്ലിനോയിൽ നടക്കുന്നത്. എല്ലിനോ ലാനിന എന്ന് പറഞ്ഞാൽ സ്മോൾ ഗേൾ എന്നാണ് അർത്ഥം സ്പാനിഷിൽ. എല്ലിനോ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ക്രൈസ്റ്റ് എന്നാണ് അർത്ഥം അല്ലേ. ചൈൽഡ് ക്രൈസ്റ്റ്, സ്മോൾ ബോയ്, ലിറ്റിൽ ബോയ് അല്ല സ്മോൾ ബോയ്, അങ്ങനെ എന്തോ അർത്ഥം കൂടിയുണ്ട്. ചൈൽഡ് ക്രൈസ്റ്റ് എന്ന അർത്ഥം. അപ്പോൾ ഇതാണ് എല്ലിനോയിലും ലാനിനയിലും നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിലൊരു സ്ഥലമുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടൊരു സ്ഥലമുണ്ട് ഡാർവിൻ, ഇപ്പുറത്തൊരു സ്ഥലമുണ്ട് തെഹിത്തി. അപ്പോൾ ഈ ഡാർവിൻ്റെയും തെഹിത്തിയുടെയും പ്രഷർ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് അത് ആ വർഷം എല്ലിനോ വർഷമായിരിക്കും. ഡാർവിൻ്റെയും തെഹിത്തിയുടെയും പ്രഷർ ഡിഫറൻസ് നെഗറ്റീവ് ആകുമ്പോൾ എന്തായിരിക്കും എല്ലിനോ ഇയർ ആയിരിക്കും വരാൻ പോകുന്നത്. എല്ലിനോ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മൊത്തം മഴയില്ല, മീൻ പിടിക്കാൻ പറ്റില്ല, ആകെ മൊത്തം കഷ്ടപ്പാടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിനിലേക്ക് വാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദി ഇമ്പാക്ട് ഓഫ് ലാനിന ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ്? എന്താ കറക്റ്റായിട്ട് ലാനിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കോസസ് ഡ്രൗട്ട് ഇൻ ഇന്ത്യ അല്ല, ലാനിനയുടെ സമയത്തല്ല ഡ്രൗട്ട് ഉണ്ടാവുന്നത്, എല്ലിനോയുടെ സമയത്താണ്. ലീഡ്സ് ടു വാമർ വിൻ്റർ ഇൻ യൂറോപ്പിൽ വാമർ വിൻ്റർ വരുന്നത് അതും എല്ലിനോയുടെ സമയത്താണ് അല്ലേ. റിസൾട്ട്സ് ഇൻ ഇൻറ്റൻസ് റെയിൻഫോൾ ആൻഡ് ഫ്ലഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. അത് നടക്കുന്നുണ്ട്. ഇൻറ്റൻസ് റെയിൻഫോൾ ലാനിനയുടെ സമയത്ത് നല്ല മഴ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. ഫോർത്ത് ഓപ്ഷൻ എന്താ? വീക്കെൻഡ്സ് ട്രേഡ് വിൻഡ്സ് ഇൻ പസഫിക്. ട്രേഡ് വിൻഡുകൾ വീക്ക് ആവുന്നത് എപ്പോഴാണ്? അത് എല്ലിനോ ഇയറിലാണ്. അപ്പോൾ ഏതിൻ്റെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി, നല്ല മഴ കിട്ടുന്നു, ഇൻറ്റൻസ് റെയിൻഫോൾ സംഭവിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് പോകാൻ നോക്കടാ. ഏഴാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കീമാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സ്കീമാണ് പറയുന്നത്. ഹൗ മച്ച് മണി വാസ് അലോക്കേറ്റഡ് ബൈ ദി ഗുജറാത്ത് ഗവൺമെൻറ് ഇൻ ദ ഇയർ ഇൻ ഓഗസ്റ്റ് 2023 ഫോർ ദ 1 district 1 product പ്രോഗ്രാം. 1 district 1 product പ്രോഗ്രാമിന് വേണ്ടി ഗുജറാത്ത് എത്ര രൂപ മാറ്റിവെച്ചു? ആൻസർ 58 കോടി രൂപയാണ്. കാണാതെ പഠിക്കണം. നമ്മൾ സ്റ്റേറ്റ് സ്കീമുകൾ അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ബൈ ഹാർട്ട് മഗ് ചെയ്യുക, വേറെ വഴിയില്ല നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 district 1 product എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഡിസ്ട്രിക്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഒരു സംസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെത്തി പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവർക്ക് ഒരു നല്ലൊരു എക്സ്പോഷർ കൊടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് ODOP അല്ലെങ്കിൽ 1 district 1 product. ഇത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2023 ഓഗസ്റ്റ് 2023 ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അതും കൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 4 ഓപ്ഷനാണ് ഇത്, ABCD. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ഇന്ത്യാസ് റിന്യൂവബിൾ എനർജി പ്രോഗ്രസ് ഇൻ 2025? ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി പ്രോഗ്രസ്സിന് 2025 ബന്ധപ്പെട്ട് കിടക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓടിക്കണം. ഒന്ന്, ഇന്ത്യ ആഡഡ് 135.81 GW ഓഫ് സോളാർ കപ്പാസിറ്റി. വിൻഡ് എനർജി കപ്പാസിറ്റി റീച്ച് ചെയ്തു എത്ര? 266.78 GW. ടോട്ടൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി റോസ് ബൈ 22.6% ടു 266.78 GW. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മൊത്തം ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി എത്രയായി? 22.6% കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടി. അതിപ്പോൾ എത്രയായി? 266.78 GW ആണ് ഇപ്പം നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ 266.78 135.81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് സോളാർ ഡിവിഷനിലാണ് വരുന്നത്, സോളാർ എനർജിയാണ്. അതുപോലെ തന്നെ 54.51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് വിൻഡ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ഓപ്ഷൻ സി ആണ്. ഏതാണ് ട്രൂ? 22.6% കൂടി 260.78 GW ആണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറത്തിനെ സംബന്ധിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ ക്വാറം എത്രയായിരിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എത്രയാണത് നമുക്കറിയാം. 30 members ആണോ? 30 members or 1/10? തെറ്റാണ്. 1/2 ഓഫ് ദ ടോട്ടൽ ഹൗസിൻ്റെ മെമ്പേഴ്സിൻ്റെ ഹാഫ് അല്ല, 1/4 അല്ല. എത്രയാണ്? ഒന്നുകിൽ 10 members അല്ലെങ്കിലോ ടോട്ടൽ ഹൗസ് മെമ്പേഴ്സിൻ്റെ 1/10 എടുക്കണം, 10%. ഡി ആണ് കറക്റ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അഥവാ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇവരുടെ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ഒരു മീറ്റിംഗ് കൂടാൻ, ഒരു സെഷൻ കൂടാൻ വേണ്ടി അവിടെ പ്രസൻ്റ് ആയിരിക്കേണ്ട മിനിമം ആൾക്കാരുടെ എണ്ണമാണ് നമ്മുടെ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എത്രയായിരിക്കണം എന്ന് പറയുന്നത്? 189 ആർട്ടിക്കിൾ 189 സബ് ക്ലോസ് 3 പറയുന്നത്. എന്താ പറയുന്നത്? ഒന്നുകിൽ 10 മെമ്പേഴ്സ്, അല്ലെങ്കിലോ ടോട്ടൽ ഏതാണോ വലുത് അത്, വിച്ച് എവർ ഈസ് ഗ്രേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ആണെങ്കിൽ വലുതെങ്കിൽ 10, അല്ലെങ്കിലോ ടോട്ടൽ മെമ്പർ എത്രയാണോ അതിൻ്റെ 1/10 10% കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയും ആൾക്കാർ പ്രസൻ്റ് ആയാൽ മാത്രമേ സെഷൻ കൂടാൻ അവർക്ക് പറ്റുള്ളൂ, അത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും പറയാൻ വിട്ട്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലോകസഭയിൽ നമുക്കറിയാം 550 ടോട്ടൽ. അപ്പം അതിൻ്റെ 1/10 ചെയ്യുമ്പം 55 ആൾക്കാർ പ്രസൻറ്റ് ആവണം സെഷൻ കൂടാൻ. രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ 250 ആണ്. അപ്പോൾ 1/10 എന്ന് പറയുമ്പം 25 പേര് പ്രസൻറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കൂടാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകത്തിനെ സംബന്ധിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് അല്ലേ. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? ഒന്നാമത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ഏൺ ബൈ സിറ്റിസൺസ് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് അബ്രോഡ്. ശരിയാണ്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ റെസിഡൻസ് വിത്തിൻ എ ഇയർ. ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, നമ്മൾ സാധാരണ എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഒരു വർഷം അതിലുള്ള ആൾക്കാർ, ഡൊമസ്റ്റിക് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫൈനൽ വാല്യൂവിനെയാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫർദർ പ്രോസസ്സിങ് ഒന്നും ആവശ്യമില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോതമ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഗോതമ്പിൽ നിന്ന് ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഗോതമ്പ് ചെടിയിൽ നിന്ന് ഞാൻ എന്താക്കി അതിനെ പൊടി ഉണ്ടാക്കിയിട്ട് ഞാനതിനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ബിസ്ക്കറ്റാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ആൾക്കാർ വാങ്ങാൻ പോകുന്ന സാധനം ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ പൊടി വാങ്ങില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ, നടുക്കിലുള്ള സ്റ്റേജിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പൊടി എന്ന് പറയുന്നത്. പിന്നെ അതിൽ പലതും ആഡ് ആയിട്ടാണ് ബിസ്ക്കറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഫർദർ പ്രോസസ്സിംഗ് ഒന്നും വേണ്ട, റെഡി ടു കൺസ്യൂം ആണ്. എനിക്കത് വാങ്ങി തിന്നാൽ മതി. ലൈക്ക് അതിങ്ങനെ റെഡി ടു കൺസ്യൂം ആയിട്ടുള്ള വസ്തുക്കളെയാണ് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പൈസ, അതിനെയാണ് നമ്മൾ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം ഒന്നെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കറക്റ്റ് ആണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ഏൺഡ് ബൈ സിറ്റിസൺസ് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് അബ്രോഡ്. എന്താ പറയുന്നത്? അബ്രോഡും രണ്ടും ശരിയാണ്. സിറ്റിസൺസ് ബോത്ത് ഡൊമസ്റ്റിക്കലി, ഇന്ത്യൻ സിറ്റിസൺസ് ഇവിടെയും ഇന്ത്യയുടെ അകത്തും വേറെ രാജ്യത്തുണ്ടെങ്കിൽ അതും, രണ്ടും കൂടി കണക്കാക്കിയിട്ടാണല്ലോ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ശരിയാണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് GDP, GNP, NNP. അതും ശരിയാണ്. നമ്മൾ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ 3 നോക്ക്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ലൈക്ക് പെൻഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. ഇത് തെറ്റാണ്. എന്താ കാരണം? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള സിറ്റിസൺസിന് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പെൻഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഒന്നും എന്തിൽ വരില്ല? നാഷണൽ ഇൻകത്തിൽ വരില്ല. കാരണം എന്താ? അവിടെ ഗുഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സർവീസസ് നമ്മൾ കൊടുക്കുന്നില്ല. പെൻഷൻ കൊടുക്കുന്നത് സർവീസായിട്ട് നമ്മൾ കണക്കാക്കില്ല. അപ്പോൾ അത് ഇൻക്ലൂഡ് ആവില്ല. അത് നമ്മുടെ പെൻഷനൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൽ ആക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയും വേണം പറയാം, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എല്ലാ പൈസ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വേതനം കൊടുക്കുന്നുണ്ടെങ്കിൽ വേജസ്, അതായത് നമ്മുടെ ഫാക്ടർ പേയ്മെൻറ്റ്സുകളുണ്ടല്ലോ. ഫാക്ടർ പേയ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? വേജ്, ദിവസവേതനം, അതുപോലെ തന്നെ റെൻറ്റ്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയായിരുന്നു? എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, എനിക്ക് പലിശ കൊടുക്കാനാണെങ്കിൽ പലിശ അല്ല ഇൻട്രസ്റ്റ്. ഇതാണ് നമ്മുടെ ഫാക്ടർ പേയ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഒരു കമ്പനി തുടങ്ങുവാണെങ്കിൽ ആ കമ്പനിയിലുള്ള ആൾക്കാർക്ക് ഞാൻ വേജ് കൊടുക്കണം. ഞാൻ ആ കമ്പനി ഒരു വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് റെൻറ്റ് കൊടുക്കണം. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, പിന്നെ ഇൻട്രസ്റ്റ്. അതാണ് ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് കുറയ്ക്കേണ്ടി വരും? ആ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വീർ ആൻഡ് ടിയർ, എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ സംഭവിക്കുമല്ലോ കുറേ നാൾ ഉപയോഗിക്കുമ്പം. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ ഞാൻ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ ഞാൻ ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള ടാക്സ് ഞാൻ മൈനസ് ചെയ്യണം. അതെല്ലാം കൂടി ചേർന്ന് അതെല്ലാം മൈനസ് ചെയ്തതിന് ശേഷമുള്ള ബാക്കി പൈസയാണ് ഞാൻ ഈ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇതിലൊരിക്കലും എന്തില്ല? നമ്മുടെ പെൻഷനില്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1 and 2 ഓൺലി, ഓപ്ഷൻ എ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് ഡയഗ്രാം എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റ് സൈഡ് ഇതാണല്ലോ വെസ്റ്റ് സൈഡ്. കാണുന്നില്ല,
ഇതാണല്ലോ വെസ്റ്റ് സൈഡ്, ഇതാണല്ലോ ഈസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡിൻ്റെ ദൈ കണ്ടോ മെഡിറ്ററേനിയൻ സീ, അതുപോലെ തന്നെ കാസ്പിയൻ സീ. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ഡിസ്റ്റർബൻസസ് അവിടെ പ്രഷർ വേരിയേഷൻ സംഭവിക്കും. അവിടെ നിന്ന് ഇതുപോലെ നല്ല കാറ്റ് വീശി വീശി ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാൻ കഴിഞ്ഞ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് എത്തും. നോർത്ത് ഇന്ത്യയിൽ എത്തിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് നല്ല ഈ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം നല്ല വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് സംഭവിക്കുമ്പം പ്രഷർ വേരിയേഷൻ വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ കാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചൂടുകാറ്റ് ഇങ്ങോട്ട് വരുന്നത്. ചൂടുകാറ്റാണ്. അതിപ്പം നോർത്ത് ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, മഴ പെയ്ക്കും. എവിടെ, ഈ പഞ്ചാബ് ഹരിയാന ആ ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് നല്ല മഴ കിട്ടും. ആ സമയത്ത് അവിടെ റാബി ക്രോപ്പുകൾ, അതായത് നമ്മുടെ വിൻ്റർ സീസൺ റാബി ക്രോപ്പുകൾ വിതച്ചിരിക്കുന്ന സമയമായിരിക്കും. നമ്മുടെ ഒക്ടോബർ നവംബർ സമയത്താണ് റാബി ക്രോപ്പുകൾ വിതയ്ക്കുന്നത്. ഒരു മാർച്ച് സമയമാകുമ്പോൾ നമ്മളതിൻ്റെ വിളവെടുക്കും അല്ലേ. ആരൊക്കെ റാബി ക്രോപ്പിൽ വരുന്നത്, നമ്മുടെ ഗോതമ്പും ബാർലിയും, അതൊക്കെ വീറ്റ് ബാർലി, പിന്നെന്തൊക്കെ നമ്മുടെ കടല പയർ ആ സാധനങ്ങളൊക്കെ, ഗ്രാം, പിന്നെ നമ്മുടെ പട്ടാണി പീ, മസ്റ്റാർഡ് ഉണ്ടല്ലോ, കടുക്, ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ അതിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ആരുണ്ട്, നമുക്ക് ഹിമാലയം ഉണ്ട് ഇന്ത്യയുടെ ഇവിടെ അല്ലേ. അപ്പോൾ ഈ കാറ്റ് ഇവിടെ എത്തിയിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല, അത് തടഞ്ഞു നിർത്തും. ഹിമാലയം തടഞ്ഞു നിർത്തും, കാറ്റും ഇങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് കാരണം ഒരിക്കലും മഴ കിട്ടുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്നില്ല, നോർത്ത് ഇന്ത്യയിൽ കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്ക്, ദേ ഒറിജിനേറ്റ് ഫ്രം മെഡിറ്ററേനിയൻ ആൻഡ് കാസ്പിയൻ സീ റീജിയൻ. ശരിയാണല്ലേ, നമ്മളിപ്പോൾ നോക്കിയതുള്ളൂ. മെഡിറ്ററേനിയൻ സീയിൽ നിന്നും കാസ്പിയൻ സീയിൽ നിന്നുമാണ് പ്രഷർ വേരിയേഷൻ കാരണം ആ ചൂടുകാറ്റ് ഇങ്ങോട്ട് വരുന്നത്. രണ്ടാമത്തത് ദേ ബ്രിങ് വിൻ്റർ റെയിൻഫോൾ ടു. വിൻ്റർ സമയത്ത് മഴ കിട്ടുന്നു അല്ലേ നോർത്തേൺ ഇന്ത്യയിൽ, സ്പെഷ്യലി പഞ്ചാബിലും ഹരിയാനയിലും. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബ്ലോക്ക്ഡ് ബൈ ഹിമാലയാസ് പ്രിവെൻറ്റിംഗ് ഫ്രം റീച്ചിങ് സദേൺ ഇന്ത്യ. ശരിയാണ്, ഹിമാലയ ബ്ലോക്ക് ചെയ്യും, ആ കാറ്റ് സൗത്ത് ഇന്ത്യയിലേക്ക് റീച്ച് ചെയ്യില്ല. സോ ഏതാണ് ശരി, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, അപ്പോൾ 12th ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ട്രോഫീസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ലെവൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. സ്റ്റേറ്റ് ലെവൽ ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ഏതാത് നോക്കിക്കുക. രഞ്ജി ട്രോഫി, സന്തോഷ് ട്രോഫി, ഡുറൻഡ്, ഫെഡറേഷൻ. ഏതാത്, സന്തോഷ് ട്രോഫിയാണ്. സന്തോഷ് ട്രോഫി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, 1941 അല്ലല്ല 1941 നമ്മളിത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ടീംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അങ്ങനെ. രഞ്ജി ട്രോഫി എന്താ സംഭവം, രഞ്ജി ട്രോഫി അത് ക്രിക്കറ്റ്, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സംഭവമാണ്. 1934 അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ തൊട്ടാണ് ഇവർ തുടങ്ങിയത്. നെക്സ്റ്റ് ഡുറൻഡ് കപ്പ്. ഡുറൻഡ് എന്താ, ഡുറൻഡ് ഫുട്ബോളായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അത് സ്റ്റേറ്റ് ലെവലല്ല, അത് ഓരോ ക്ലബ്ബുകൾ, കുറേ ലീഗുകൾ, അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിൻ്റെ ടീം, അവരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഡുറൻഡ് കപ്പ്. നെക്സ്റ്റ് നമ്മുടെ ഫെഡറേഷൻ കപ്പ് ഏത് സ്പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്, ടെന്നീസ്. അപ്പോൾ അതുമല്ല, നമ്മളോട് സ്റ്റേറ്റ് ലെവൽ ഫുട്ബോളാണ് ചോദിച്ചത്. അതേതാ. അടുത്ത ദിവസം നോക്കാം. 13ാമത്തത് കൊപ്പൻ ക്ലാസിഫിക്കേഷൻ്റെ W എന്ന് പറയുന്ന സിമ്പൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. കൊപ്പൻ ക്ലാസിഫിക്കേഷനിലെ W എന്തിനെ സൂചിപ്പിക്കുന്നത്, ഡെസേർട്ട്. ഓപ്ഷൻ സി, ഡെസേർട്ട് റീജിയനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം നോക്കുക നിങ്ങൾ, മനസ്സിലാവും. കൊപ്പൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൊപ്പണ് എന്ത് തോന്നി, 1884 തോന്നി സ്ഥലങ്ങളെയൊക്കെ നമുക്ക് അവരുടെ ടെമ്പറേച്ചറിനെയും പ്രിസിപ്പിറ്റേഷനും അനുസരിച്ചിട്ട് ഓരോ ലെറ്റർ കൊടുത്തിട്ട് എംപിരിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാം എന്ന് തീരുമാനിച്ചു. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെറ്റർ യൂസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ അവരുടെ ടെമ്പറേച്ചറും പ്രഷറും പ്രിസിപ്പിറ്റേഷനും അനുസരിച്ചിട്ട് സ്ഥലങ്ങൾ നമ്മൾ വേർതിരിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ നോക്ക്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിനെയാണ് കാണിക്കുന്നത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും, അതായത് ഇങ്ങനെ ഇതാണല്ലോ നമ്മുടെ എർത്ത്, ഇതാണല്ലോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, നടുക്ക് നമ്മുടെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ കിടക്കുന്ന ഈ ടോറിഡ് സോണ്, അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് നമ്മൾ ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നല്ല തണുപ്പേറിയ മാസത്തിലും ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ മുകളിലായിരിക്കും. അത്രേ ഉള്ളൂ. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡ്രൈ ക്ലൈമറ്റിനെ സൂചിപ്പിക്കാനാണ്. ഡ്രൈ ക്ലൈമറ്റ്, അതായത് നല്ല വരണ്ട കാലാവസ്ഥ. W ഇപ്പോൾ നമ്മൾ നോക്കി ഡെസേർട്ട്, ഡെസേർട്ട്. അതേപോലെ ക്യാപിറ്റൽ ഡി എന്തായിരുന്നു, കോൾഡ്. ഇത് ഇവിടെ കണ്ട അരുണാചൽ പ്രദേശിൻ്റെ ഈ ഒരു സംഭവത്തിൽ കോൾഡ് സ്നോ ഫോറസ്റ്റ്. ഈ എന്താ, ഈ നമ്മുടെ തുന്ദ്ര ടൈപ്പ്. തുന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ റീജിയൻസിൽ കാണുന്ന ആർട്ടിക് പോൾ, അന്റാർട്ടിക് പോൾ, ആ പോൾസിൽ കാണുന്ന കാലാവസ്ഥയോട് സിമിലർ ആയിട്ടുള്ള കാലാവസ്ഥ തുന്ദ്ര. നമ്മുടെ കണ്ട ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ കണ്ട ഈ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്താ കിടക്കുന്നത് നോക്ക്. കേരളത്തിൽ AMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയാണ് നമ്മുടെ ഏതെന്തായിരുന്നു, ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മളല്ല. ട്രോപ്പിക് ഓഫ് ഇപ്പുറത്താണ് നമ്മൾ കിടക്കുന്നത്, ട്രോപ്പിക്കലാണ്. ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇക്വറ്റോറിയൽ ലൈൻ്റെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. ഇനി M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ, ഇവിടെ നമുക്ക് മഴ കിട്ടുന്നുണ്ട്. സ്മോൾ W എന്ന് പറഞ്ഞാൽ ഈ W അല്ല കേട്ടോ, ഇത് ക്യാപിറ്റൽ W ആണ്. ഇത് സ്മോൾ W എന്ന് പറഞ്ഞാൽ വിൻ്റർ ഡ്രൈ എന്നാണ്.
വിൻ്റർ സമയത്ത് നമുക്കിവിടെ വരണ്ട കാലാവസ്ഥയല്ലേ, നമുക്ക് മഴ കിട്ടുന്നില്ലല്ലോ, അതാണ് വിൻ്ററുടെ. ഇനി തമിഴ്നാടിൻ്റെ ഈ ഒരു റീജിയൻ നോക്ക്, അതും ട്രോപ്പിക്കൽ റീജിയനിലാണ്. സ്മോൾ എസ് എന്താണ്? സമ്മർ ഡ്രൈ. നമുക്കറിയാം നമ്മുടെ ഞാനിനി ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ മഴ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും അറേബ്യൻ ബ്രാഞ്ച് നമുക്ക് ഇവിടേക്ക്, അറേബ്യൻ ബ്രാഞ്ച് നമുക്ക് ഇവിടെ മഴ തരും, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇങ്ങടെ പോയിട്ട് ഇങ്ങടാണ് മഴ കൊടുക്കുന്നത്. ഈ തമിഴ്നാടിന് മഴ കിട്ടില്ല ഫസ്റ്റത്തേതിൽ. ഇനി സെക്കൻഡ് മഴ വരുമ്പോഴാണ് തമിഴ്നാടിന് മഴ കിട്ടുന്നത്. ഒക്ടോബർ നവംബർ സമയത്തല്ലേ മഴ കിട്ടുന്നത്. അപ്പോൾ സമ്മർ സീസൺ ജൂൺ ജൂലൈ സമയത്ത് മഴ കിട്ടുന്നില്ല തമിഴ്നാടിന്, അതുകൊണ്ടാണ് സമ്മർ ഡ്രൈ എന്ന് കൊടുത്തേക്കണം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ തുന്ദ്ര ടൈപ്പ്, ഇവിടെയാണ് DFC, കോൾഡ് സ്നോ ഫോറസ്റ്റ്. ക്യാപിറ്റൽ C എന്ന് പറയുമ്പോൾ എന്താ, അത് വാം ടെമ്പറേറ്റ് ആണ് അല്ലേ, ടെമ്പറേറ്റ് റീജിയൻ ആണ്. ഇതിൻ്റെ മുകളിൽ ടെമ്പറേറ്റ് റീജിയൻ ആണ്, അപ്പോൾ വാം ടെമ്പറേറ്റ്. അടുത്ത ദിവസം നോക്കാം നമുക്ക് 14th ക്വസ്റ്റ്യൻ. 10 ലക്ഷം റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ നടത്തി, അത് ഏത് സ്കീം വഴിയാണ്? അപ്പോൾ നമ്മുടെ റൂറൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചു, മോദി തീരുമാനിച്ചു എന്തെന്ന്, നമ്മുടെ സാധാരണയുള്ള റൂറൽ ആയിട്ടുള്ള ആൾക്കാർ, ഗ്രാമത്തിൽ കിടക്കുന്ന ആൾക്കാർക്കും നല്ല സോളാർ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവർ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു. സോ അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, ഒരു സംഭവം കൊണ്ടുവന്നു. അതാണ് നമ്മുടെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇത് പ്രകാരം ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരും, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂഫ് ടോപ്പിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, കുറച്ച് അവരും സഹായിക്കും. അപ്പം അതുവഴി 10 ലക്ഷം ഇപ്പോൾ ക്രോസ് ചെയ്തു. 10 ലക്ഷം വീട്ടിൽ ഇപ്പോൾ സോളാർ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ടിൽ കിടക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്, UP, കേരളം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർക്ക് പറ്റിയത്. എപ്പോഴാണ് നമ്മുടെ ഈ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 ഫെബ്രുവരി 13-ന് കൊണ്ടുവന്നത്. ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് കൊണ്ടുവന്നത്. ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ വീട്ടിലും ആക്സസ് ഫോർ ഓൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്, സോളാർ എനർജി എല്ലാവരും യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ കുസും യോജനയുണ്ട്, അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, പക്ഷെ അത് കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന. നാഷണൽ സോളാർ മിഷൻ ഉണ്ട്, ഉജാല സ്കീം ഉണ്ട്. ഉജാല സ്കീം ഇതല്ല, നമ്മുടെ ഉജാലയല്ല, വേറെ മീനിങ് ആണ് അതിന്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ഫോളോയിങ് ആണ്, പെട്ടെന്ന് മാച്ച് ചെയ്ത് പോവാം. നീരജ് ചോപ്ര നമുക്കറിയാം, ജാവ്ലിൻ ത്രോ, അപ്പോൾ A2 എന്ന് വരും. അടുത്തത് നിഖിത് സരീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ്, ഒരു ഗേളാണ്. നിഖിത് സരീൻ ബോക്സിംഗ് അല്ലേ? ബോക്സിങ്. നെക്സ്റ്റ് രുദ്രാംശ് ഏതായിരുന്നു? ഷൂട്ടിംഗ് ആയിരുന്നില്ലേ? രുദ്രാംശ് പട്ടേൽ ഷൂട്ടിങ്. നെക്സ്റ്റ് അമൻ സെഹ്റാവത്ത് റെസ്ലിംഗ്. അപ്പോൾ ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നീരജ് ചോപ്ര ഫസ്റ്റ് ഏഷ്യൻ ജാവ്ലിൻ ത്രോ ഗോൾഡ് നേടുന്ന ഫസ്റ്റത്തെ ഏഷ്യനാണ്. ഏത് ഒളിമ്പിക്സിലായിരുന്നു? 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഗോൾഡ് കിട്ടിയത് ജാവ്ലിൻ ത്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ PC മഹലനോബിസ് മോഡൽ. ശരിയാണ്, PC മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഇൻഡസ്ട്രിയലൈസേഷനും ഹെവി ഇൻഡസ്ട്രീസും ആയിരുന്നു. ശരിയാണ്. ഫസ്റ്റ് ഫയർ പ്ലാനിൽ എന്തായിരുന്നു? നമ്മൾ കൂടുതലും അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് കുറേ ഡാമുകൾ നമ്മൾ ഹിരാക്കുട്ടാണെങ്കിലും ആ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ മോഡൽ എന്തായിരുന്നു? ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ് 3 മേജർ സ്റ്റീൽ പ്ലാന്റ് കൊണ്ടുവന്നു, അതും ശരിയാണ് അല്ലേ? 3 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ് കൊണ്ടുവന്നു. ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ്. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ്? റൂർക്കേല എവിടെ? ഒഡീഷയിൽ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് കൊണ്ടുവന്നു. ആരുടെ സഹായത്തോടു കൂടെ? ജർമ്മനിയുടെ സഹായത്തോടു കൂടെ കൊണ്ടുവന്നു. നെക്സ്റ്റ് വേറെ ഏതൊക്കെയായിരുന്നു? ദുർഗാപൂർ അത് വെസ്റ്റ് ബംഗാളിലാണ് കൊണ്ടുവന്നത്. ആരുടെ സഹായത്തോടു കൂടിയാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടെ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭിലായ് എവിടെയായിരുന്നു? ഛത്തീസ്ഗഡ്. CG എന്ന് എഴുതുന്നുണ്ട്. ഛത്തീസ്ഗഡ് ആരുടെ സഹായത്തോടെ കൊണ്ടുവന്നത്? നമ്മുടെ റഷ്യ USSRൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് കറക്റ്റ് ആൻസർ. അടുത്തത് നെഹ്റു റിപ്പോർട്ട് വാസ് പ്രസൻറ്റഡ് അറ്റ് ഓൾ പാർട്ടീസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ് ലക്നൗ ഇൻ വിച്ച് ഇയർ? എപ്പോഴാണ് നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ സൈമൺ കമ്മീഷൻ നേരത്തെ പറഞ്ഞു നിർത്തി അല്ലേ? സൈമൺ ഗോബാക്ക് ആ സംഭവം, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഞാനിത് പറയാൻ പോണേ. അപ്പോൾ മൊണ്ടാഗോ ഷെൽംസ്ഫോർഡ് റിഫോംസിന് അത് പഠിച്ച് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കാനാണല്ലോ ഇവർ വന്നത്, സൈമൺ കമ്മീഷൻ വന്നേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ അവരെന്ത് പറഞ്ഞു? അത്രയ്ക്ക് നിങ്ങൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഒരു ഇന്ത്യക്കാരനെങ്കിലും ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 7 മെമ്പേർഡ് കമ്മീഷനായിരുന്നു. ജോൺ സൈമൺ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്തെന്നുള്ളത്, അന്നത്തെ വൈസ്രോയി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അന്നത്തെ മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ഇതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15, 1928 മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു.
ഓക്കെ, ഈ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഈ നെഹ്റു റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് അവരോട് ആവശ്യപ്പെട്ടത്? നമ്മൾ ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡൊമീനിയൻ സ്റ്റേറ്റസ് വേണം. ഡൊമീനിയൻ സ്റ്റേറ്റസ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ല നമ്മൾ പറഞ്ഞത്, ഇന്ത്യനെ സ്വതന്ത്രമാക്കുന്നല്ല പറഞ്ഞത്, ഡൊമീനിയൻ സ്റ്റേറ്റസ് താ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ഡൊമീനിയൻ സ്റ്റേറ്റസ് അറിയോ? ഡൊമീനിയൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ രാജ്യത്തിന് കംപ്ലീറ്റ് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, പക്ഷേ ആ രാജ്യത്തിനൊരു പാർലമെൻറ്റ് ഉണ്ടാക്കാൻ നമ്മൾക്ക് അധികാരം അവർ തരണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവിടുത്തെ ലോക്കലായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തീരുമാനിക്കും. പക്ഷേ നമ്മുടെ ഇന്റേണൽ അഫയേഴ്സൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കും. പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള മേൽനോട്ടം എന്ന് വെച്ചാൽ ഫോറിൻ അഫയേഴ്സ്, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടൽ, ഡിഫൻസ് കാര്യങ്ങൾ, അതൊക്കെ ഈ ബ്രിട്ടൻ അവിടുത്തെ അവർക്ക് തീരുമാനിക്കാം. അതാണ് സംഭവം. അതായത് ഒരു സെമി ഇൻഡിപെൻഡൻ്റ് എന്ന് വേണേൽ പറയാം. അതാണ് ഡൊമീനിയൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് ഡൊമീനിയൻ ആയിട്ട് നമ്മളെ ഭാഗിച്ചു എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നെഹ്റു റിപ്പോർട്ടിൽ എന്ത് ചെയ്തത്, ആവശ്യപ്പെട്ടത്. 1928 ഓഗസ്റ്റ് 15 വന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതൊക്കെ കഴിഞ്ഞ് 30-31 വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 30 അവർ വന്നത്. അടുത്ത് നോക്കാം 18ാമത്തത് 21A ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്ക്. ഇറ്റ് വാസ് ആഡഡ് ബൈ, ഏന്ന് കാണുമ്പോൾ തന്നെ അമെൻമെൻ്റ് ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഏത് അമെൻമെൻറ്റാണ്? 86th 2002 അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത്. കറക്റ്റാണ്. ഇനി എന്താണ് ഈ 21A പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ടും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ്, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിലാണ് കിടക്കുന്നത്, കൊടുക്കണമെന്നുള്ളത്. ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ഡ്യൂറിങ് എമർജൻസീസ്. അത് തെറ്റാണ്. എമർജൻസീസിൽ മാത്രമാണ് അത് എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 20 21 എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും കൊടുക്കണം. പക്ഷേ എമർജൻസിയുടെ സമയത്ത് എമർജൻസി പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് എമർജൻസിയിൽ മാത്രമാണ് എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ഏത് ആൻസർ? ഓപ്ഷൻ 1 and 2. നെക്സ്റ്റ്, ജൽ ജീവൻ മിഷൻ പ്രകാരം വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടാർഗറ്റ് ഫോർ റൂറൽ ഹൗസ് ഹോൾഡ്സ് ടു റിസീവ് ടാപ്പ് വാട്ടർ ബൈ 2024? അതായത് ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ റൂറൽ ഗ്രാമങ്ങളിൽ 100% ടാപ്പ് വാട്ടർ എല്ലാ വീട്ടിലും കൊടുക്കണം. 100% ടാപ്പ് വാട്ടർ കണക്ഷൻ ഏത് വർഷത്തോടുകൂടെ? 2024 കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റൂറൽ പോപ്പുലേഷനിൽ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇത് പ്രകാരം നമ്മൾ ഓരോ മനുഷ്യനും ഒരു ദിവസം, റൂറൽ ഏരിയയിൽ കിടക്കുന്ന ഓരോ മനുഷ്യനും ഒരു ദിവസം 55 ലിറ്റർ കൊടുക്കാനാണ് തീരുമാനിച്ചത്. 55 ലിറ്റർ. ഓക്കെ ആണല്ലോ? ഇത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആൻസർ? 100%. ഓപ്ഷനെ 100% വെള്ളം കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത്. ഓപ്ഷനെയാണ് ആൻസർ. ഇനി ഇത് നമ്മുടെ ഏത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. അതായത് ജൽജീവൻ മിഷൻ കൊണ്ടുവന്നു, അത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 6ാമത്തെ SDG എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസ് ടു ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ ഫോർ ഓൾ. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 17 ഗോൾസ് ഉണ്ട്, 17 എണ്ണം പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 6ാമത്തെ ഗോള് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ എല്ലാവർക്കും കിട്ടണമെന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുമായിട്ട് അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് പറയാം ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. 1, ഇത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. 2, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഗ്ലൂക്കോസിനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ക്ലോറോഫില്ലാണ് ഇതിൻ്റെ മെയിൻ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? എല്ലാം ശരിയാണ് അല്ലേ? എല്ലാം ശരിയാണ്. എന്താണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചില പ്ലാന്റ്സ്, ചില ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ചില ആൽഗെ, അതുപോലെ തന്നെ ചില ബാക്ടീരിയ, അവരൊക്കെ എന്ത് ചെയ്യും? ഈ സൂര്യപ്രകാശത്തിനെ വലിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസ് നടത്തി അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവർ പ്രൊഡ്യൂസ് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഫോമിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അവർക്ക് ആവശ്യമായിട്ട് വരും. പ്രോസസ്സിൻ്റെ അവസാനം അവർ എനർജി, അവരുടെ ഫുഡ് ATP ആയിട്ടോ എങ്ങനെയായിട്ടാണെങ്കിലും അവരത് നിർമ്മിക്കും. കൂടാണ്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും. ഈ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കാൻ വേണ്ടി എടുക്കുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആരാണിത്? എവിടെ നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ഏത് പിഗ്മെൻ്റാണ്? ഈ സൂര്യപ്രകാശം വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഴിവുള്ള ഒരാൾ വേണ്ടേ? കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കെല്ലാം വേണ്ടേ? അപ്പോൾ അതാണ് നമ്മുടെ ക്ലോറോഫില്ല്. ക്ലോറോഫില്ലിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചേഴ്സ് ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. അങ്ങനെ ചെയ്യുന്നു. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കാറ്റബോളിക്കാണോ ആനബോളിക്കാണോ? ഇത് ആനബോളിക് പ്രോസസ്സാണ്. ആനബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞു മോളിക്യൂൾസിനെ കൂട്ടിച്ചേർത്തിട്ട് വലിയ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നു അല്ലേ? അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചെടുത്ത് നമ്മുടെ എനർജി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ആനബോളിക്. കാറ്റബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വലുതിനെ നമ്മൾ വലിയൊരു മോളിക്യൂളിനെ നമ്മൾ ചെറുതായിട്ട് ഫ്രാഗ്മെൻ്റായിട്ട് മുറിച്ച് മാറ്റുന്നു, വിഘടിപ്പിക്കുന്നു. അതിനെയാണ് കാറ്റബോളിക് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബവ്. അടുത്തത് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം പ്രസിഡൻറ്റും അതിൻ്റെ INC സെഷനുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോംബെ 1885 ഇനാഗുറൽ സെഷനാണ് അല്ലേ. നമ്മുടെ ആദ്യത്തെ സെഷനിൽ ആരായിരുന്നു? WC ബാനർജി, ഭൂമേഷ് ചന്ദ്ര ബാനർജി. നെക്സ്റ്റ് 1896 കൽക്കട്ട സെഷൻ, അതാരായിരുന്നു? റഹ്മത്തുള്ള M സൈനി. 2 സൂറത്ത് സ്പ്ലിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂറത്ത് സ്പ്ലിറ്റ് 1907 ആരായിരുന്നു ആ സമയത്ത്? രാജ് ബിഹാരി ഘോഷായിരുന്നു പ്രസിഡന്റ്. എക്സ്ട്രീമും മോഡറേറ്റുമായിട്ട് രണ്ടായിട്ട് മാറുന്ന ഒരു സംഭവം. നെക്സ്റ്റ് കാൺപൂർ 1925 ഇന്ത്യക്ക് ആദ്യമായിട്ട് INCക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ വിമൻ പ്രസിഡന്റിനെ കിട്ടുന്നത്. ഭൂമേഷ് ചന്ദ്ര ബാനർജി അതാരായിരുന്നു? സരോജിനി നായിഡു. അപ്പോൾ 1925 കാൺപൂർ സെഷനിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത INCയുടെ പ്രസിഡന്റ് ആവുന്നത്. സരോജിനി നായിഡു ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ A എന്താ? WC ബാനർജി. B ആരാ? 1 റഹ്മത്തുള്ള. C ആരാ? സൂറത്ത് സ്പ്ലിറ്റ് രാജ് ബിഹാരി ഘോഷ്. 2 ആണ്. നെക്സ്റ്റ് D കാൺപൂർ അവിടെ എന്താ നടന്നത്? സരോജിനി നായിഡു പ്രസിഡന്റായി. അടുത്ത 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും ബേസും തമ്മിലുള്ള ഒരു സംഭവമാണ്. ലിറ്റ്മസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ്. അത് ശരിയാണ്. ലിറ്റ്മസ് നമ്മൾ നോക്കുമ്പം ആസിഡിൽ ഇടുവാണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് എന്താവും? റെഡായി മാറും. ശരിയാണ്. ഇനി എന്ത് ചെയ്യും? ലിറ്റ്മസ് ഞാൻ ഒരു ബേസ് ആൽക്കലിയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. അതും ശരി. ഇനി ന്യൂട്രൽ സൊല്യൂഷനിലേക്ക് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ലിറ്റ്മസ് പേപ്പർ ഇട്ടാലും എന്ത് ചെയ്യില്ല? കളർ ചേഞ്ച് ആവില്ല. എല്ലാം കറക്റ്റ് ആണല്ലേ. ഓപ്ഷൻ ഡി. അടുത്തത് 23 എന്ന് പറഞ്ഞാൽ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻസസുമായിട്ട് ഏതൊക്കെ കറക്റ്റ്? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് എവറി 10 years. ശരിയാണോ? ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് നടക്കുന്നത്. 2011 കഴിഞ്ഞ് കൊറോണ കാരണം 2021 നടന്നില്ല. മേ ബി 26 ഈ ഒരു സമയത്തൊക്കെ വരും. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും പഠിച്ച് ജോലി മേടിക്കല്ലെങ്കിൽ നമ്മൾ അടുത്ത കണക്കും കൂടി ഇരുന്ന് പഠിക്കേണ്ടി വരും. അടുത്തെന്ന് പറഞ്ഞാൽ 2011 സെൻസസ് വാസ് ദി 15th നാഷണൽ സെൻസസ്. ശരിയാണ് അല്ലേ. 15th നാഷണൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള 7th സെൻസസും ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15ാമത്തെ നാഷണൽ സെൻസസും ആയിരുന്നു 2011 സെൻസസ്. 3ാമത്തെ പോയിന്റ്, സെൻസസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇന്ത്യയുടെ ലിറ്ററസി അറിയാൻ പറ്റും, വർക്ക് ഫോഴ്സ് അറിയാൻ പറ്റും, ഹൗസിംഗ് അറിയാൻ പറ്റും, ലാംഗ്വേജ് അറിയാൻ പറ്റും, മൈഗ്രേഷൻ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ശരിയാണ്. എത്ര % ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തു, പോയി വന്നു, അതുപോലെ തന്നെ എത്ര ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ്, ഹൗസിംഗ്, ലിറ്ററസി എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ് ഉണ്ടാവുന്നത് ഏത് വിറ്റാമിൻ ഡെഫിഷ്യൻസിയുടെ കാരണം കൊണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിക്കറ്റ് ഉണ്ടാവുന്നത് ഏത് വിറ്റാമിൻ? A ആണോ, B12 ആണോ, C ആണോ, D ആണോ? ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. വിറ്റാമിൻ ഡി കാരണമാണ് നമുക്ക് റിക്കറ്റ് വരുന്നത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റെറ്റിനോളാണ്. റെറ്റിനോയിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ. വിറ്റാമിൻ A, റെറ്റിനോയിഡ്, ആ സംഭവം. B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ കാരണം, അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐസൈറ്റ് ആണ് പോവുക. ഐസൈറ്റ്, നമ്മുടെ കാഴ്ച പോവും. കാഴ്ചയിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും, സീറോഫ്താൽമിയ, ആ സിറ്റുവേഷൻസ് ഒക്കെ വരും. B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം B കോംപ്ലക്സിൽ B12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കൊബാലമിൻ ആണ്. കൊബാലമിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അനീമിയ വരും, ഒന്നും ചെയ്തില്ലെങ്കിലും ടയേർഡായിട്ട് തോന്നും, ഫാറ്റീഗ് ഉണ്ടാവും, ആ സിറ്റുവേഷനൊക്കെ വരും. നെക്സ്റ്റ് വിറ്റാമിൻ C നമുക്കറിയാം അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ഇതിൻ്റെ കുറവ് കാരണം നമുക്ക് എന്ത് വരും? സ്കർവി വരും. ഈ വായയുടെ ഈ ചുണ്ടിൻ്റെ ഈ 2 അറ്റത്തും വിണ്ടു പൊട്ടുന്നത്, വെറുതെ ഒന്നും ചെയ്യാണ്ട് തന്നെ വായയുടെ ചുണ്ടിൻ്റെ 2 അറ്റത്തും പൊട്ടും, അങ്ങനത്തെ പുണ്ണൊക്കെ വരും, അങ്ങനെയൊക്കെ വരും. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡി കാൽസിഫറോള്. ഡിയുടെ കുറവ് കാരണമാണ് നമുക്ക് റിക്കറ്റ് വരുന്നത്. റിക്കറ്റിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിച്ചാലും ബോണിലേക്ക് അത് അബ്സോർബ് ആവില്ല. അപ്പോൾ കാൽഷ്യം പുവർ അബ്സോർപ്ഷൻ. അപ്പോൾ കാൽഷ്യം ശരീരത്തിൽ ഉണ്ടെങ്കിലും ഫുഡിലൂടെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്താലും അബ്സോർബ് ചെയ്യുന്നില്ല. ഒന്നുകിൽ അത് കഴിക്കാണ്ട്, കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിക്കാണ്ടാവാം, അല്ലെങ്കിൽ കിട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടീഷൻ വരുമായിരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? പല്ലിനും എല്ലിനും ഒക്കെ ബലം കുറയും, അങ്ങനെ റിക്കറ്റ് സംഭവിക്കും. ആ കണ്ടീഷനാണ് റിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 25th എന്താണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നതിൽ കറക്റ്റ് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാ? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്തേ, അതുപോലെ തന്നെ അതിൽ ഏതാണ് തെറ്റെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എപ്പോഴാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമ്മൾ ആഹ്വാനം ചെയ്ത് ഗാന്ധി എപ്പോഴായിരുന്നു? 1920 ഡേറ്റ് പ്രിസൈസ് ആയിട്ട് പറയാനാണെങ്കിൽ September 4 അപ്പോൾ നോൺ കോപ്പറേഷൻ ഇത് അതിന് മുൻപേ ഉണ്ട്. നമ്മളെ ബംഗാൾ പാർട്ടീഷൻ 1905 നടക്കുമ്പോഴേ ഏകദേശം ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിനി നിങ്ങളുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല, ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മളെതിരാണ്, സമാധാനപരമായിട്ട് നല്ല രീതിയിൽ കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്തത് കൊണ്ടുവന്നത് എപ്പോഴാണ്? 1920 September 4 അപ്പോൾ തീരുമാനിച്ചു എന്ത് എന്നുള്ളത്? നമ്മുടെ ഈ എന്ത് തീരുമാനിച്ചു? നമ്മുടെ
ജാലിയൻ വാലാബാഗ് മസാക്കറെ ആ സാധനങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ സംഭവം നമ്മൾ കൊണ്ടുവരുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പം റൗളത്ത് നിയമത്തിന് ശേഷമാണ് ഇത് വരുന്നത്. റൗളത്ത് നിയമം ജാലിയൻ വാലാബാഗ് മസാക്കറെ നടന്നപ്പം അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ തീരുമാനിച്ചു അഹിംസ, ഗാന്ധിയുടെ സംഭവം എന്തായിരുന്നു, നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ. നമ്മൾ ആരും ശത്രു വഴക്കുണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല, സമാധാനപരമായിട്ട് നമുക്ക് എങ്ങനെ വിയോജിക്കാം, അതാണ് സംഭവം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ നമ്മളെ സ്വദേശിയായിട്ടുള്ള നമ്മളെ ഖാദി പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ സ്റ്റീം നാവിഗേഷൻ അല്ലേ, ചിദംബരം സ്റ്റീം നാവിഗേഷൻ കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കും, അവരുടെ വസ്തുക്കൾ ഉപയോഗിക്കില്ല. നമ്മൾ എന്ത് ചെയ്യില്ല, ലൈക്ക് റിസൈൻ ചെയ്യും, പൊസിഷൻസിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്യും, ഇലക്ഷന് നമ്മൾ പങ്കെടുക്കില്ല, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നടന്നത്. ഇനി ഇത് എപ്പോഴാണ് അവസാനിക്കുന്നത്, ഇത് കുറേ നാളിങ്ങനെ നടന്ന് 1922 എന്ത് സംഭവിച്ചു, ഒരു പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ ഇന്ത്യക്കാർ ഒരു ബ്രിട്ടീഷുകാരുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീയിട്ടു. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ പോയി തീയിട്ടിട്ട് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിൻവലിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്നാണത് അറിയപ്പെടുന്നത്, ചൗരി ചൗര. ഇതോടുകൂടി എന്ത് ചെയ്തു, അവർക്കത് പിൻവലിക്കേണ്ടി വന്നു, വേറെ നിവൃത്തിയില്ലാണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നടന്നത്, ബോയ്ക്കോട്ട് സിവിൽ സർവീസസ്, അവർ പറഞ്ഞു നമ്മൾ സിവിൽ സർവീസസിൽ എന്ത് ചെയ്യില്ല, ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ബോയ്ക്കോട്ട് ഓഫ് ഇംഗ്ലീഷ് ഇൻവെൻഷൻസ്, ബോയ്ക്കോട്ട് ഓഫ് കോടതികളിൽ നമ്മൾ ഇടപെടില്ല, നിങ്ങളുടെ കോടതിയിൽ അവരുടെ ജഡ്ജ് അവിടെ ഇരിക്കുന്നത്. റൗളത്ത് നിയമമൊക്കെ വന്ന ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, സിഡ്നി റൗളത്ത്. അപ്പോൾ സറണ്ടർ ഓഫ് ടൈറ്റിൽസ് ദാറ്റ് ദ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡുകളൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കും, നിങ്ങളുടെ ബഹുമതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതും പറഞ്ഞു. പക്ഷേ ബി പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷുകാരുടെ ഇൻവെൻഷൻസ് മൊത്തമായിട്ട് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യും, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ സ്വീകരിച്ച നിലപാടായിരുന്നില്ല. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. നമ്മളോട് അതാ ചോദിച്ചത്, ഏതാണ് അഡോപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 25 ക്വസ്റ്റ്യൻ രണ്ടാമത്തെ മോക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ക്ലാസ് ഞാൻ മാക്സിമം കണ്ടന്റ് ക്വസ്റ്റ്യനും ഓപ്ഷനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ആ ഒരു ടോപ്പിക്കും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഓൾസോ 25 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കി എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് പോട്ടെ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.